ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്കിന് ഒരു സൈഡിലായിട്ട് വരുന്ന ഒരു രീതിയിലുള്ള ഒരു ഡിസൈനാണ്. സിമ്പിൾ ഡിസൈനാണ്, കാണാൻ നല്ല ഭംഗിയായിരിക്കും. ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഗ്രാൻഡ് ലുക്കായിരിക്കും. കുറച്ചധികം ഡിസൈൻസ് ഉണ്ടായുണ്ട്. അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ട് ഇതുപോലെ 3 കളർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഗ്രീനും, ഇത് ലീവ്സ് കൊടുക്കാനും, ഇത് ഫ്ലവർ കൊടുക്കാനും, അങ്ങനെയുള്ള ഡിസൈനായത്. അപ്പോൾ ഈ 3 കളർ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഗോൾഡൻ ബീഡ്സ് വർക്കും കൂടെ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് സാധാരണ ചെറിയ ടൈപ്പ് ബീഡ്സ് ഗോൾഡൻ കളറിലുള്ളത് എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ 3 കളർ ത്രെഡും ഞാനിതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ചെയ്തു തുടങ്ങാം. നമുക്കിപ്പോൾ ഇവിടെ ഒരെണ്ണം ചെയ്തു തുടങ്ങാം. ആദ്യം നമുക്ക് ഫ്രഞ്ച് നോട്ട് കൊടുക്കാം. അതിനകത്ത് നടുക്കായിട്ടൊരു ഫ്രഞ്ച് നോട്ട് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മൾ 6 ബുള്ളിയൻ നോട്ട്സാണ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതുപോലെ കുത്തിയെടുക്കുക. ഇവിടുന്ന് എന്നിട്ട് നമുക്കൊരു 8 ലൂപ്സ് കൊടുക്കാം. അപ്പോൾ എത്ര സ്പേസ് വേണമെന്നനുസരിച്ചാണ് നമ്മൾ ലൂപ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും സ്പേസ് കവർ ചെയ്യാനായിട്ട് ഞാനൊരു 8 ലൂപ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ സൂചിയിൽ നമ്മളിങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം അത്രയും തന്നെ കവർ ചെയ്യും, അത്രയും സ്പേസ് കവർ ചെയ്യും. അപ്പോൾ ഇത് പതുക്കെ മുകളിലേക്ക് എടുക്കാം. നമുക്ക് കുത്തി കൊടുക്കാൻ താഴേക്ക്. ഇതുപോലെ 6 എണ്ണം ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിനി ഇതിനും നടുക്കായിട്ട് ഓരോ ബുള്ളിയൻ നോട്ട്സ് കൊടുക്കുകയോ ചെയ്യുന്നത്. അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ചുകൂടെ ലെങ്തിൽ വരുന്ന രീതിയിൽ അങ്ങനെ ചെയ്യും.
ഞാൻ 8 ലൂപ്സ് തന്നെ വെച്ച് കൊടുക്കുകയോ ചെയ്യുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിൻ്റെ എല്ലാത്തിനും ഇടയ്ക്കായിട്ട് ഒരു ലോങ് ഫ്രഞ്ച് നോട്ട് കൊടുക്കാം. ഇപ്പം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ഇതിൻ്റെ ഫ്രെയിമിൻ്റെ ബാക്ക് വശമാണിത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ആരോ നമ്മുടെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ബാക്ക് സൈഡൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ ഇത് ക്രിസ് ക്രോസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു നൂല് പൊട്ടിയാൽ തന്നെ പെട്ടെന്നൊന്നും ഇളകി പോകാത്ത രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് വരുന്നത്. ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സ്റ്റാർ ഷേപ്പിൽ ലോങ് ഫ്രഞ്ച് നോട്ട് കൊണ്ടുള്ള ഡിസൈൻ കൊടുക്കാം. അപ്പോൾ ലോങ് ഫ്രഞ്ച് നോട്ട് കൊടുത്ത് ഫിൽ ചെയ്താൽ മതി. ഇത് മുന്നേ നമ്മൾ ഒരു ഡിസൈൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നടുക്കായിട്ടൊരു ഫ്രഞ്ച് നോട്ട് കൊടുത്ത് ബാക്കി ലോങ് ഫ്രഞ്ച് നോട്ട് കൊടുത്ത് ഫിൽ ചെയ്യാം.
അടുത്തായിട്ട് നമുക്ക് സ്റ്റെം സ്റ്റിച്ച് കൊടുത്ത് ഈ ചെടികളുടെ വള്ളികൾ പോലുള്ള പോർഷൻസ് കൂടുതൽ കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ലീവ്സും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റെം സ്റ്റിച്ച് കൊടുക്കാം. ഇവിടെ നമ്മൾ ഈ ലീഫ് ചെയ്യുന്നതും ബുള്ളിയൻ നോട്ട്സ് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ 2 കളറിലെ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആദ്യം ഡാർക്ക് ഗ്രീനും പിന്നെ ലൈറ്റ് ഗ്രീനും അങ്ങനെ വെച്ചിട്ട് ലീഫിന്റെ ഷേപ്പിൽ ബുള്ളിയൻ നോട്ട്സ് കൊടുക്കുക ചെയ്യുന്നത്. അത് കംപ്ലീറ്റ് ചെയ്യാം. കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡൻ ബീഡ്സ് കൊണ്ട് ഓൾ ഓവർ കംപ്ലീറ്റ് ചെയ്യാം. നല്ലൊരു ഗ്രാൻഡ് ഡിസൈൻ ആയിരിക്കും. ഈ ഫ്ലവേഴ്സ് തന്നെ നമുക്ക് എത്ര പോർഷനിൽ വേണമെങ്കിലും ഇത് തന്നെ റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ലീവ്സും ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം.